മുതിർന്നവർക്കായിട്ടൊരു ക്ലിനിക് ഉണ്ടോ? ഒരു ക്ലിനിക് എന്ന് പറയുമ്പോൾ ഒരു പകൽ വീടും കൂടെ ഉൾപ്പെടെ ഒരു ബിസിനസ് ആംഗിളിൽ മാത്രമല്ല. നമസ്കാരം, എൻ്റെ പേര് അരുൺ മോഹൻ. ഞാൻ അറ്റൻഡി സീനിയർ കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO ആൻഡ് കോ ഫൗണ്ടറാണ്. അറ്റൻഡി സീനിയർ കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്നതാണ് ജെറി ഫാം ക്ലിനിക്സ്. ജെറി ഫാം ക്ലിനിക്സ് is the first Kerala's private geriatric clinics in Kerala. So we had started in the year 2023. This initiative was by Dr. Dhanya S. Pillai. A visionary. She started Jeri Fam Clinics, and we have scaled up now. Jeri Fam Clinics ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു, and now we are having our presence is also there in places like Trivandrum. നമ്മളിപ്പോൾ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യുന്നു. So gradually this is growing. So why this is growing is an important question. കാര്യം നമ്മൾ ജെറി ഫാം ക്ലിനിക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ലൈൻ തന്നെ മുതിർന്നവർക്കായിട്ടൊരു ക്ലിനിക് ഉണ്ടോ എന്നുള്ളതാണ്. മുതിർന്നവർക്കായിട്ടൊരു ക്ലിനിക് ഉണ്ടോ? ഉണ്ട്. അതാണ് ജെറി ഫാം ക്ലിനിക്സ്. അതിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ ഒരു 16% കേരളത്തിൻ്റെ പോപ്പുലേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 16% എന്ന് പറയുന്നത് പ്രായമുള്ള ആൾക്കാരാണ്, ഓർ 60 and above. സോ ദർ ഇസ് എ ഹ്യൂജ് എന്താ പറയുക, ഒരു ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിൽ കേരള ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വൺ. പക്ഷേ ഈ ഒരു ക്ലിനിക്കൽ സൈഡ് ഇല്ലെങ്കിൽ ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഒരു പ്രസൻസ്, ഹെൽത്ത് കെയർ പ്രസൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ച്വലി നമ്മൾ നോക്കിയപ്പോൾ ഇല്ല. So Dr. Dhanya S. Pillai is a very famous geriatrician. So when she had come and given a proposal, why can't we start something like this? അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലിനിക്കിലോട്ട് നമ്മൾ എത്തിപ്പെട്ടത്. ചുരുക്കത്തിൽ ആസ് എവറി ക്ലിനിക്സ് or every we won't say business because there is also a social impact in this. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും the number of in a very small place also, അത് നമ്മുടെ പേഷ്യൻസിൻ്റെ നമ്പർ ഓഫ് പേഷ്യൻസ് കൂടി, സർവീസുകൾ കൂടി. സോ വി ഹാഡ് സ്ലോലി സ്കെയിൽഡ് അപ്പ് because now people are there, more patients are there, more staffs are there, more team is there. So അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് we have to look for other options, other places, area wise also. So ജെറി ഫാം ക്ലിനിക്സിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, we do the entire thing, whatever it is there in that 60+ segment, what we call, we cater to all the requirements. That is how this Attentive Senior Care Private Limited എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെ നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ Attentive Senior Care Private Limited has different verticals, out of which Jeri Fam is our flagship. നമ്മൾ ജെറി ഫാമിൽ നിന്നാണ് തുടങ്ങിയത്. ജെറി ഫാമിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. വി ഹാവ് 2023 മുതൽ നമ്മൾ ഇതേവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ ഹ്യൂജ് ഡേറ്റാബേസ് ഓഫ് പേഷ്യൻസ്. വി കോൾ ഒരു പേഷ്യൻസ് എന്ന് പറയുന്നതിനെ കൂടുതൽ നമ്മൾ അവർക്ക് എന്താ പറയുക, അത്രയും അച്ഛന്മാരും അമ്മമാരുടെയും എന്താ പറയുക, നമ്മൾ അവരെ പരിചരിക്കാനും അവരുടെ ഒരു സ്നേഹം കിട്ടാനും നമുക്ക് ഇതേവരെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് എ ക്ലിനിക്, ജെറി ഫാം ക്ലിനിക് was not an easy decision. കാര്യം നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ എ സ്മോൾ സ്പേസ് ഓർ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ദർ ആർ ലോട്ട് ഓഫ് എന്താ പറയുക റിക്വയർമെൻറ്റ്സ് ആർ ദർ, when it comes to machineries, when it comes to people. സോ നമ്മൾ ആ ചെറിയ രീതിയിലാണെങ്കിലും ഡോക്ടർ ധന്യയുടെ ആ ഒരു വിഷൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ദാറ്റ് ഈസ് വൈ ഐ സെഡ് ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്കത് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നത്. ഒരു ബിസിനസ് ആംഗിളിൽ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്തൊരു സോഷ്യൽ ഇമ്പാക്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദെയർ. കാര്യം വെൻ വി ഗോ ആൻഡ് സീ പീപ്പിൾ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെൻ വി ഗോ ആൻഡ് സീ പീപ്പിൾ, നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും ചിലരുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഓക്കെ, ചിലർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ വി ആർ ഓൾസോ കാറ്ററിംഗ് ടു ദം. അപ്പോൾ അവിടെ നമ്മൾ ദെർ ആർ സർട്ടൺ കേസസ് വെർ വി ഡോണ്ട് ഇവൻ ചാർജ് ദം. അപ്പോൾ നമ്മളിപ്പോൾ ഈ എക്സ്പെൻസും ഡെഫിനറ്റ്ലി ദെർ ആർ ലോട്ട് ഓഫ് എക്സ്പെൻസസ് ഇൻ റണ്ണിങ് എ ബിസിനസ്, ചെറിയതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും. പക്ഷേ ഇതിനകത്ത് നമ്മൾ കൂടുതലും നമ്മൾ ചില പേഷ്യൻസ് അല്ലെങ്കിൽ ചില അമ്മമാർ അല്ലെങ്കിൽ ചില അച്ഛന്മാർ അവർ മാത്രമുള്ള വീടുകളും മക്കളൊന്നും അവരുടെ അടുത്തില്ല.
അല്ലെങ്കിൽ മക്കൾ വേറെ താമസിക്കുന്നു, ഇവർ മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്, പക്ഷെ അവർക്ക് ഇതിനുള്ള പേ ചെയ്യാനായിട്ടുള്ള അതിനുള്ള സാഹചര്യമില്ല. സോ വി ഓൾസോ ഡു ടേക്ക് കെയർ ഓഫ് ദാറ്റ് സിസ്റ്റം. അതായത് നമ്മളൊരു അതേ നേരത്തെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് മാത്രമല്ല, ബിസിനസ് മാത്രമല്ല, ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി ഓൾസോ ഡു ജെറി ഫാം ക്ലിനിക്സിൻ്റെ കീഴിൽ നമ്മൾ ദർ ആർ ലോട്ട് ഓഫ് ചാരിറ്റീസ് ഓൾസോ വി ഡു. ചാരിറ്റീസ് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അവരുടെ ഓൾഡ് ഏജ് ഹോം, അല്ലെങ്കിൽ ഓരോ മിഷൻ, അവരുടെയൊക്കെ ഓരോ ഇതിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വി യൂസ് ടു കണ്ടക്ട് ക്യാമ്പ്സ് ആൻഡ് ഓൾ. അപ്പം ആ ക്യാമ്പുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഡോക്ടർ തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഫുൾ ഡേ അതിനുവേണ്ടി അവർ മാറ്റി വയ്ക്കുകയും, സിസ്റ്റർമാരാണെങ്കിലും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തുന്ന നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിലും, സോ ഓൾ നമ്മളെല്ലാം പോകുന്നൊരു ടീമായിട്ടാണ്. ആ ടീമായി പോയിട്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം വി യൂസ് ടു കണ്ടക്ട് മെഡിക്കൽ ക്യാമ്പ്. സോ ദർ ആർ ലോട്ട് ഓഫ് സോഷ്യൽ എലമെൻറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനൊരു എന്താ പറയുക, എക്സ്പെൻസ് ഈസ് ഓൾസോ ദെയർ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് വാട്ട് വി ആർ ഡൂയിങ്. സോ നമ്മളിപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടങ്ങളിലും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാറുണ്ട്. അത് നമ്മുടെ രീതിയിൽ നമ്മളിത് പറ്റുന്ന രീതിയിൽ നമ്മൾ ടാക്കിൾ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ദർ ഇസ് എ big balance between the social impactness and the business what we are doing as of now in Jerry Fam Clinics especially. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ടീം, ജെറി ഫാം എന്ന് പറയുന്ന ക്ലിനിക്കിൻ്റെ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസിന് ലോട്ട് ഓഫ് പീപ്പിൾ ആർ റിക്വയർഡ് ഫോർ ദിസ്. ഇനിഷ്യലി myself and Dr. Dhanya Pillai, we both were there, the clinical side as well as home care ഒരു നേഴ്സുമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് നൗ അവർ ടീം ഹാസ് ഇപ്പോൾ ഒരു നല്ലൊരു ടീം സൈസ് ആയിട്ട് നമ്മൾ, അപ്പം അതിൽ ടീം മെമ്പേഴ്സായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾ സഹിച്ചത്. കാര്യം ഈ ഒരു ജീറിയാട്രിക് സെഗ്മെൻറ്റ് മാത്രം ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോൾ കേരളത്തിലില്ല, നമ്മുടെ ജെറി ഫാം ക്ലിനിക്സ് അല്ലാതെ. അപ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ആയിട്ട് ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അവിടെയാണ് നമുക്ക് മേജറായിട്ട് ഡോക്ടർ ധന്യയുടെ ഒരു എഫിഷ്യൻസി വിഷനും അവിടെ വരുന്നത്. കാര്യം ഓരോ ആൾക്കാരെയും നമ്മൾ ട്രെയിൻ ചെയ്ത് ആദ്യം നമ്മൾ അവരുടെ സംസാരിച്ച് അവരെ ട്രെയിൻ ചെയ്ത്, ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് വി ഡോണ്ട് വർക്ക് ഓൺ ടാർഗറ്റ്സ്, ടു ബി വെരി ഹോണസ്റ്റ്. നമ്മളൊരു ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനെ അല്ല. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇറ്റ്സ് എ ഫാമിലി. എല്ലാവരും പറയാറുണ്ട്, എല്ലാ ബിസിനസ്സുകാരും പറയുന്നതാണ് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി എന്നുള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നമ്മൾ തിരിച്ചെന്ന് പറയുമ്പോൾ ഫാമിലി തന്നെയാണ് ഇവിടെ, പക്ഷേ ഒരു ഫാമിലി വേറൊരു ഫാമിലിയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം ഒരു സ്റ്റാഫ് ഒരു ഫാമിലി എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഷ്യൻ്റ് എടുത്ത് ഒരു കാര്യം അവർ ഫോളോ അപ്പ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ എൻറ്റയർ ഇക്വിലിബ്രിയം. സോ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസും കുറേ കാര്യങ്ങളിലും കുറേ ഇനിഷ്യേറ്റീവ്സും നമ്മൾ എടുക്കുമ്പോൾ ഓരോ ടീം മെമ്പേഴ്സിനെയും നമ്മൾ ഹാൻഡ് പിക്ഡ് എന്ന് വേണേൽ പറയാൻ നിൽക്കും. ഒരു 10-20 പേരെ കണ്ടുകിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തത്. എന്നിട്ട് അവർക്ക് കംപ്ലീറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ ദാറ്റ് നമ്മുടെ ആദ്യമുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. ഈ ജെറി ഫാം ക്ലിനിക്സിൻ്റെ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള ഇതേവരെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മൾ കണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജെറി ഫാം ക്ലിനിക്സിൻ്റെ ഏറ്റവും വലിയ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഹോം കെയർ സർവീസാണ്. ഹോം കെയർ സർവീസിനകത്ത് നമ്മൾ ഹോം കെയറിൽ എന്താ ചെയ്യുന്നത്? ആൾക്കാരേക്കോ നിങ്ങൾ ഹോം കെയർ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസുകൾ കിട്ടുമോ ആ സർവീസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടണം ഓൺ എ ലെസർ പ്രൈസിങ്. അത് ഒരു ഫാക്ടർ തന്നെയാണല്ലോ. കാര്യം നമ്മൾ ബിസിനസ്സാണ് ഇതിനകത്തുള്ളതെന്നുണ്ടെങ്കിലും, ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും, കേരളം പോലൊരു ഒരു സ്ഥലത്ത്, അതായത് കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 എന്താ പറയുക ഏജിങ് പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനമാണ്. ഈ ചെറിയൊരു കേരളം പോലുള്ള ചെറിയ സംസ്ഥാനത്ത് നമ്മളിപ്പം ബീഹാറോ UP-യിലോ അവരെല്ലാം കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏജിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏജ്ഡ് പോപ്പുലേഷൻ ഉള്ളൊരു സംസ്ഥാനം കേരളമാണ്. ഗവൺമെൻറ് ഈസ് ടേക്കിംഗ് ദെയർ ഓൺ ഇനിഷ്യേറ്റീവ്. ഗവൺമെൻറ് അതിൻ്റെ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവും ഓരോ പരിപാടികളും ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രായമായവർക്ക് വേണ്ടിയിട്ട് കമ്മീഷൻ വരെ ഇപ്പം ഈ കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗവൺമെൻറ് ഈസ് സപ്പോർട്ടിങ്. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ
ഈ 60 വയസ്സ് ഇല്ലെങ്കിൽ നമ്മൾ സീനിയേഴ്സ് എന്ന് പറയുന്നവർക്ക് മാത്രം കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോൾ കിട്ടിയപ്പോൾ, ജെറി ഫാം ക്ലിനിക്സ് കിട്ടിയപ്പോൾ, വി ആർ സ്ലോലി സ്കെയിലിംഗ് അപ്പ്. കാര്യം നമ്മൾ നോക്കുന്ന ഒരു നിഷായിട്ടുള്ളൊരു ഒരു ഒരു സെഗ്മെൻ്റാണ് എന്താ പറയുക, ജീറിയാട്രിക് കെയർ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ്. ഇപ്പോഴും നമ്മൾ പലരും ചോദിക്കുമ്പോൾ ജീറിയാട്രിക് നമ്മളധികം ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തുവാ ജീറിയാട്രിക്, വാട്ട് ഈസ് ജീറിയാട്രിക്സ് ഓൾ അബൌട്ട്. നമ്മൾ പിന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ജീറിയാട്രിക് എന്താണ്. പക്ഷേ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ റെസ്പോൺസ്, നമുക്കുള്ള ഡെവലപ്മെൻറ്റും നമുക്കുള്ള എന്താ പറയുക എക്സ്പാൻഷനും അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. ഈ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അറ്റൻഡീവ് സീനിയർ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെ നമ്മളിത് ഫോം ചെയ്തത്. കാര്യം ഇപ്പോൾ ജെറി ഫാം ക്ലിനിക്സിന് ക്ലിനിക്കൽ സൈഡ് മാത്രം നോക്കാൻ പറ്റും. ബട്ട് ദർ ആർ അതർ ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ഈസ് അൺടച്ച്ഡ് ഐ ക്യാൻ സേ. അപ്പോൾ അതിലുള്ള കപ്പിൾ ഓഫ് വെർട്ടിക്കൽസ് നമ്മൾ ഓൾറെഡി അറ്റൻഡീവ് സീനിയർ കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് വടിക്കോൾ ആത്മമിത്ര എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രോഗ്രാം. ആത്മമിത്ര എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള കാര്യം കേരളത്തിൽ. ആ ഒരു ടാസ്കിൽ നമ്മളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സപ്പോർട്ട് നല്ലപോലെ കിട്ടുന്നുണ്ട്. അത് പേഷ്യൻസ് മാത്രമല്ല കേട്ടോ, പേഷ്യൻസ് അല്ലാത്ത ആൾക്കാർ നമ്മുടെ ആത്മമിത്ര മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ മെമ്പർഷിപ്പിൽ ഇപ്പോൾ പല രാജ്യങ്ങളിലും ഉള്ള ആൾക്കാർ, ഇപ്പോൾ കാനഡയിലുള്ളവരുണ്ട്, US സോ ഇറ്റ്സ് എ ഓൺലൈൻ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു സോഷ്യൽ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് ഈ ആത്മമിത്രയിൽ നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹു ആർ 60 and above. സോ ഗിവിങ് ബെനിഫിറ്റ്സ് ടു ദ മെമ്പേഴ്സ്. നമ്മുടെ ആത്മമിത്ര മെമ്പേഴ്സിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 16-17 ബെനിഫിറ്റ്സ് ഒരു സർവീസസ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അത് കേരളത്തിലുടനീളമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിത് രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാണാം. ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് ഉണ്ട്, ഓൺലൈൻ ആക്ടിവിറ്റീസ് ഉണ്ട്. നൗ ആസ് ഐ ഹാഡ് മെൻഷൻഡ് earlier about people who are from Canada, ന്യൂയോർക്ക് ആൻഡ് ആൾ, അവർ ഓൺലൈൻ ആക്ടിവിറ്റിയിലാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് നമ്മൾ ഈ പറയുന്ന ആത്മമിത്ര കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, സർവീസിൽ കൊടുക്കാൻ പറ്റുന്ന ജെറി ഫാം ക്ലിനിക്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരു ഇപ്പോഴത്തെ phase 2 എന്ന് വേണമെങ്കിൽ പറയാം. phase 2 വി ആർ കമ്മിങ് അപ്പ് വിത്ത് ലോട്ട് ഓഫ് ജെറി ഫാം ക്ലിനിക്സ് അക്രോസ് കേരള. ഓൺലി ടു മെയിൻ ഒബ്ജക്റ്റീവ് നമ്മളതിന് എന്താണെന്ന് വെച്ചാൽ ആത്മമിത്ര മെമ്പേഴ്സിന് നമുക്ക് സർവീസ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കൂടുതലും ക്ലിനിക്കൽ സൈഡിലോട്ട് ജെറി ഫാം ക്ലിനിക്സ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും കേരളത്തിൽ മാക്സിമം നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ വൈസ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ലേറ്റർ വിൽ മൂവ് ഓൺ. കാര്യം വി ആർ ഓൾ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്പർ ഓഫ് ആത്മമിത്ര മെമ്പേഴ്സ് വരുന്ന ഏരിയകളിൽ മാത്രം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രാജുവലി നമ്മളിപ്പം ആത്മമിത്ര എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്നു, വളർന്നു വരുന്നു. അതിൻ്റെ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് എന്താ പറയുക ഒരു AI ഇൻറ്റിഗ്രേറ്റഡ് ഒരു മൊബൈൽ ആപ്പാണ്. സോ വി ആർ ഇൻവെസ്റ്റിംഗ് ലോട്ട് ഓഫ് ടെക്നോളജി ഓൾസോ, ആൾക്കാർക്ക് ആ ഒരു ബെനിഫിഷ്യലായിട്ട് വരാൻ വേണ്ടിയിട്ട്. സോ ആത്മമിത്ര, ദിസ് ഈസ് സംതിങ് അബൌട്ട് ആത്മമിത്ര വി ആർ ഹാവിങ്. At the same time, we are also having something called Jerry-Mart. Jerry-Mart is actually എന്താ പറയുക കേരളത്തിലെ ആദ്യത്തെ ഒരു ഇ-കൊമേഴ്സ് പോർട്ടലാണ് jerrymart.com എന്ന് പറയുന്നത്. അതിനകത്ത് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അസിസ്റ്റീവ് ഡിവൈസ്, അഡൾട്ട് ഡയപ്പേഴ്സ്, എനിത്തിങ് റിക്വയർഡ് ബൈ പീപ്പിൾ ഹു ആർ 60 and above, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ jerrymart.com. ബാക്കിയുള്ള കൊടുക്കുന്നതിനേക്കാളും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ അത് ആത്മമിത്രത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ വി ഓൾസോ ഹാവ് സംതിങ് കോൾഡ് Attentive Academy. Attentive Academy is an initiative supported by the central government of India, wherein we have എന്താ പറയുക വളരെ യുണീക്ക് ആയിട്ടുള്ള കോഴ്സുകൾ വിച്ച് ഈസ് ഡിസൈൻഡ് അഗെയിൻ ബൈ ഡോക്ടർ ധന്യ എസ് പിള്ളൈ, വിച്ച് ഗോട്ട് അപ്രൂവ്ഡ് ബൈ ദ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ. അപ്പം ആ ഒരു കോഴ്സ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്, ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയും കമ്മിറ്റ്മെൻറ്റുമാണ്. സോ വെൻ ഇറ്റ് കംസ് ടു കെയർ ഗീവേഴ്സ്, അല്ലെങ്കിൽ അവർക്ക് കെയർ ഗീവേഴ്സ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. സോ വി നീഡ് ടു സീ ടു ഇറ്റ് ദാറ്റ് there is quality in that. So to maintain that quality, we started our own academy called Attentive Academy, which is again part of Attentive Senior Care Private Limited. So these verticals we have in our
bouquet. So we have slowly developed that. This happened in a period of around 2 years, and now we are slowly expanding to other places. ഈ പറയുന്ന നമ്മുടെ മെമ്പേഴ്സിനെ സർവീസ് കൊടുക്കാൻ വേണ്ടി പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് സ്മോൾ സെൻറ്റേഴ്സ് കമ്മിങ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള, സ്മോൾ ക്ലിനിക്സ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇറ്റ്സ് എ ഫുൾ ഫ്ലെഷ്ഡ് ഹോസ്പിറ്റൽ. പക്ഷേ നമ്മൾക്ക് ഒരു ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ ഒരു പകൽ വീടും കൂടെ ഉൾപ്പെടെ where they can come, they can read the books, they can involve in a lot of activities, കുറേ മെമ്മറി ക്ലിനിക്സ് ഉണ്ട് നമുക്ക്. സോ ഇതെല്ലാം ആ ജെറി ഫാം ക്ലിനിക്സ് അത് ഇൻവോൾവ് ആയിരിക്കും. ദാറ്റ് ഈസ് ടു ഗീവ് സർവീസ് ടു ദ ആത്മമിത്ര കമ്മ്യൂണിറ്റി വിച്ച് വി ആർ ഡെവലപ്പിംഗ്. ഇപ്പോൾ നമുക്ക് മെമ്പേഴ്സ് വരുന്നുണ്ട്, മെമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. സ്ലോലി വി ലുക്ക് ഫോർവേഡ് ടു ഹാവ് എ excellent community towards the end of this year. See, having said about Atmamitra community, നമ്മൾ ഇത്രയും സർവീസുകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തെല്ലാം ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതേപോലെ വേറെ ആൾക്കാർ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എൻ്റെ അറിവിൽ വേറെ ആരും ചെയ്യുന്നില്ല. എന്നാൽ പുറം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മേ ബി നോർത്തേൺ സൈഡ് ഓഫ് ഇന്ത്യ ചിലർ ചെയ്യുന്നുണ്ട്, അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഇപ്പോൾ നമ്മളൊരു ബുക്ക് റീഡിങ് ആണെങ്കിൽ അവർക്കൊരു എന്താ പറയുക, ഒരു ഏരിയ തന്നെ ഉണ്ട് അവർക്ക് വരുന്ന സംസാരിക്കാനും അതേപോലെ ബുക്കുകൾ വായിക്കാനും എല്ലാമായിട്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം സർവീസുകളും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓൺ എ വെരി 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 കസ്റ്റമൈസ്ഡ് പ്രൈസിങ് ദാറ്റ് എനിബഡി ക്യാൻ അഫോർഡ്. നമ്മൾ കൊടുക്കുമ്പോൾ ഈ ആത്മമിത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രൈസിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം ചിന്തിച്ചത് നമ്മുടെ തന്നെ പേരൻസിനെ കുറിച്ചാണ്. ഓക്കെ, എൻ്റെ ഫാദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ മദർ ആയിക്കോട്ടെ, ഹൗ മച്ച് ദേ ക്യാൻ അഫോർഡ്. ഹു ആർ ഫ്രം എ വെരി മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എത്ര രൂപയായിരിക്കും. അപ്പോൾ അതിനേക്കാളും കുറച്ച് വേണം നമ്മൾ എന്താ പറയുക ഈ ഒരു സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിൽ ഞങ്ങൾ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുന്നത് ഒരു വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കോമ്പറ്റീറ്റീവായിട്ട് ഉള്ളൊരു പ്രൈസിങ് സ്ട്രാറ്റജി. കാര്യം ഈ പറയുന്ന എല്ലാ വെർട്ടിക്കലും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. വി ഹാഡ് സ്റ്റാർട്ടഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ തന്നെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത്, നമ്മൾ തന്നെ ഒരു പാത്ത് ഉണ്ടാക്കി, നമ്മൾ തന്നെ ഒരു വഴി ഉണ്ടാക്കി, ആ വഴി കൂടെ നമ്മളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പുറകെ വരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ജെറി ഫാം ക്ലിനിക്സ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ അറ്റൻഡീവ് സീനിയർ കെയർ പ്രൈവറ്റ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതിയാവും. എല്ലാ പോയിന്റിലും എല്ലാ വെർട്ടിക്കലും അവർക്ക് അതിനുള്ള വാട്ട് വി കോൾ ആസ് SOPs. അപ്പോൾ ആ SOP തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി ബിഗ് ചലഞ്ച് ഫോർ എസ്. കാര്യം ഓരോ വെർട്ടിക്കലിനും ഓരോ ക്ലിനിക്കൽ സൈഡ് ആയിക്കോട്ടെ നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മളായിട്ടുള്ള SOP ഉണ്ടാക്കുക. എന്നാൽ അതൊരു കസ്റ്റമൈസ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിൽ, ഒരു അഫോർഡബിൾ പ്രൈസിങ്ങിൽ, കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഫോർഡബിൾ പ്രൈസിങ്ങിൽ നമ്മൾ അത് കൊണ്ടെത്തിക്കുക. ദാറ്റ് ഇസ് എ വെരി ബിഗ് ചലഞ്ച് ഫോർ എസ്. ബട്ട് വി ഹാവ് ഡൺ ദാറ്റ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സർവീസുകൾ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ ദർ ആർ സർട്ടൻ പ്രൊഡക്ട്സ് വാട്ട് വി അവർ സെൽഫ് ഇഫ് മാനുഫാക്ചറിങ്. നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രൊഡക്ട്സുകൾ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കുറഞ്ഞ പ്രൈസിങ്ങിൽ ആൾക്കാർക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. സീ ഫോർ എക്സാമ്പിൾ അസിസ്റ്റഡ് ഡിവൈസസ്, അല്ലെങ്കിൽ ഡയപ്പേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ അതിനുവേണ്ടി മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് കമ്മിങ് ഓൺ എ കോമ്പറ്റേറ്റീവ് പ്രൈസിങ്. ബട്ട് വി ആർ ലുക്കിംഗ് ഫോർ കംപ്ലീറ്റ് ഒരു എക്സ്പാൻഷൻ. കേരളത്തിൽ കംപ്ലീറ്റ് എല്ലാ ആത്മമിത്ര മെമ്പേഴ്സിനും ഈ ഒരു സർവീസ് ലഭിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹാവ് സ്ലോലി വി ആർ ഡെവലപ്പിംഗ് ഓൾസോ കൂടുതൽ സർവീസുകൾ അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും നമ്മളിപ്പം ശ്രമിച്ചുകൊണ്ട് വരുന്നു. അത് നല്ല രീതിയിൽ പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം, അതായത് നമ്മൾ ഈ ആത്മമിത്ര മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഞാനീ പറഞ്ഞ ഇത്രയും മെമ്പേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ഒരു അമ്മ എന്ന് തന്നെ പറയാം, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ആ ഒരു അമ്മയാണ്. ഐ കോൾ ഹർ ആസ് ആൻറ്റി. അപ്പോൾ ഈ ആൻറ്റി എൻ്റെ അടുത്ത് നമ്മളത് ആത്മമിത്ര മെമ്പർഷിപ്പ് എടുത്തിരുന്നു. ഷീ ഈസ് സ്റ്റേയിങ് അലോൺ, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, മക്കൾ വിദേശത്താണ്. അപ്പോൾ പുള്ളിക്കാരത്തി എല്ലാ മാസവും ഈ മെഡിസിൻ മേടിക്കും. മെഡിസിന് ഏകദേശം പുള്ളിക്കാരത്തി തന്നെ വിളിച്ച് പറയുകയോ ഇല്ലെങ്കിൽ പുള്ളിക്കാരത്തി അവിടെ പോയി മേടിച്ചിട്ട് തിരിച്ചു വരിക,
സോ ഹയറിങ് എ ഡ്രൈവർ, ഓൾ ദോസ് സ്റ്റഫ്. അപ്പോൾ നമ്മുടെ മെമ്പർ ആയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച കാര്യം, അരുൺ എനിക്ക് മെഡിസിൻ കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങളുടെ അടുത്തുണ്ടോ ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ കാര്യം അതിനകത്തുണ്ട്. ആത്മമിത്ര മെമ്പർ ഒരു മെഡിസിൻ റിക്വയർമെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് നമ്മുടെ സർവീസിൽ ഉൾപ്പെടുന്നതാണ്. ആൻഡ് അത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ജെറി ഫാം ക്ലിനിക്സിൻ്റെ, അതായത് അറ്റൻറ്റീവിൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് നമുക്കത്. അത് ഞാനീ പറഞ്ഞ ആൻറ്റി ഏകദേശം 8,000 to 9,000 rupees, അതാണ് അവർക്ക് ഒരു മാസം ആവുന്ന എക്സ്പെൻസ് ഫോർ ബൈയിങ് മെഡിസിൻ അലോൺ. ഇത് ആത്മമിത്ര മെമ്പർ ആയപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട്സും നമ്മൾ മേടിക്കുന്ന പ്രൈസിങ് എല്ലാം വെച്ചിട്ട് വി വർ ഏബിൾ ടു ഗിവ് ഇറ്റ് ഫോർ ഹാഫ് ഓഫ് ദ പ്രൈസ് വാട്ട് ഷി വാസ് ബൈയിങ് ഫ്രം ഔട്ട് സൈഡ്. അപ്പോൾ അത് എന്തുകൊണ്ട് പറ്റുന്നു? അത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക ടൈഅപ്പുകൾ, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് അവരായിട്ടുള്ള ടൈഅപ്പിനകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇവർക്ക് മെഡിസിൻ അത് കൊടുക്കാൻ പറ്റും. ഞാൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആൻറ്റി പറഞ്ഞത് ഇപ്പോഴും ഓർക്കുക, കാര്യം അരുൺ ഈ തന്ന മെമ്പർഷിപ്പിൻ്റെ ഒരു ഫീ ഒരു വർഷത്തേക്കുള്ള അതെനിക്ക് ഒരൊറ്റ മാസം കൊണ്ട് എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ, അതുപോലെ അവർ തന്നെ, അതായത് ആൻറ്റി തന്നെ പറഞ്ഞിട്ട് വീണ്ടും ഒരു കുറേ മെമ്പേഴ്സ് നമുക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അത് നമ്മളൊരു വിശ്വാസമാണ്, നമുക്കത് ആ ഒരു ട്രസ്റ്റ് നമുക്കതിനകത്ത് ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും ഞങ്ങളുടെ ഒരു ടീം വർക്കിൻ്റെ എഫേർട്ട് തന്നെയാണ്. കാര്യം നമ്മുടെ ഓരോ ടീം മെമ്പേഴ്സും ആരായിക്കോട്ടെ, അതായത് അത് സെയിൽസിലായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് നമ്മുടെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ നേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കൗൺസിലേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, അവർ ദേ മെയിൻറ്റെയിൻ ഒരു സ്ട്രാറ്റജി അവർക്ക് തന്നെ ഉണ്ട്. കാര്യം ദേ വിൽ കോൾ ദീസ് പേഷ്യൻസ് ഓൺ എ ഡെയിലി ബേസിസ്. നമ്മുടെ അതായത് ജെറി ഫാം ക്ലിനിക്സ് അല്ലെങ്കിൽ അറ്റൻറ്റീവിൽ നിന്ന് ഒരു കോള് ഒരു ദിവസം എല്ലാ മെമ്പേഴ്സിനും പോയിരിക്കും. അത് ഏതെങ്കിലും സെഗ്മെൻറ്റിലെ ആളായിരിക്കും വിളിക്കുക, അവരുടെ ടേൺ അനുസരിച്ചിട്ട്. സോ ആ ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളത് അത് വലിയൊരു ഫാക്ടറാണ്. മാത്രമല്ല അവർ ഒരു ആത്മമിത്ര മെമ്പർ ആകാൻ വേണ്ടി അവർ കൊടുത്ത എമൗണ്ട് അവർക്ക് ഒരൊറ്റ മാസം കൊണ്ട് അത് കവർ ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ വി ആർ സോ ഹാപ്പി. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അതിനും കൂടെ വേണ്ടിയിട്ടാണ്. ഹൗ വി ക്യാൻ ഡു ഇറ്റ്, ഹൗ ബെസ്റ്റ് വി ക്യാൻ ഡു ഇറ്റ് ഫോർ ദം, അതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് നമുക്കുണ്ടായിരിക്കുന്നത്, ആ ട്രസ്റ്റ് ബിൽഡിങ്. So I'm happy with the way what we are moving forward. Jerry Fam Clinics actually നമ്മൾ പല ഇപ്പം കൊച്ചി പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഈ ഒരു ഫ്ലാറ്റ് സിസ്റ്റം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് പല ആൾക്കാർ ബിൽഡേഴ്സ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ചില ക്ലബ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനീസ് ആയിക്കോട്ടെ, ദേ യൂസ് ടു അപ്രോച്ച് അസ് ഫോർ സ്മോൾ ടോക്ക്. ഡോക്ടർ ധന്യ ഹോസ്പിറ്റലിൻ്റെ ഒരു ടോക്ക് നമുക്ക് അവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? വി യൂസ് ടു ഡു ദാറ്റ്. നമ്മൾ അവർക്ക് പോയി അവിടെ ടോക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് അവർക്ക് വേണമെന്ന് പറയും, നമ്മളത് കൊടുക്കാറുണ്ട്. ആൻഡ് ദർ ആർ സർട്ടൻ പീപ്പിൾ ഹൂ കം ടു അസ്, വലിയ ടൗൺഷിപ്പ് പോലുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, വി വുഡ് ലൈക്ക് ടു ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് യു, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? സോ ദർ ആർ സർട്ടൻ കേസസ് വി വാണ്ടഡ് ടു അസോസിയേറ്റ് വിത്ത് പീപ്പിൾ, പക്ഷേ നമുക്ക് ചിലപ്പോൾ പറ്റാറില്ല. അതായത് ഒരു ടൗൺഷിപ്പ് പോലുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുക, ഇറ്റ് വിൽ ബി ലൈക്ക് എ നോർമൽ ക്ലിനിക്. അപ്പോൾ നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിലല്ല ഉള്ളത്. നമ്മുടെ ഒരു അപ്രോച്ച് ഈസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്, ബിക്കോസ് വി കാറ്റർ ടു ജീറിയാട്രിക് സെഗ്മെൻറ്റ്. നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജീറിയാട്രിക് അല്ലെങ്കിൽ 60 എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാണ്. Okay, that is why that Jerry Fam itself stands for Geriatric and Family Medicine. Okay, so where we put pressure, ഇല്ലെങ്കിൽ ആ ഒരു പ്രഷർ നമ്മൾ വരുന്നത് ജീറിയാട്രിക് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലാണ്. പക്ഷേ there are other, for example, there are certain banks who would like to utilize their CSR activities for their employees. ഇപ്പോൾ എംപ്ലോയീസ്, നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, അവർക്ക് കൂടുതലും ചിലപ്പോൾ അവരുടെ പേരൻസ് ദൂരെ ആയിരിക്കാം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ദേ യൂസ് ടു ടേക്ക് ലീവ് ഫോർ കണ്ടിന്യൂസ് 4-5 days ആൻഡ് ദേ ഗോ ദിയർ. അപ്പോൾ അതിൽ അവരുടെ പീസ് ഓഫ് മൈൻഡും ഇല്ല വർക്ക് ചെയ്യുന്നവർക്ക്. സോ നമ്മൾ അവർ പറയുന്നത് വെച്ചാൽ, വൈ കാൺട്ട് യു ഡു സംതിങ് വേർ ഇൻ ദേ ഹാവ് ദ പീസ് ഓഫ് മൈൻഡ് ആൻഡ് ദെയർ പേരൻസ് ആർ ടേക്കിംഗ് കെയർ. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. അതാണ് നമ്മൾ ഈ ആത്മമിത്ര എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദെർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പോൾ കുറേ വോളണ്ടിയേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ആൻഡ് ദേ വാണ്ട് ടു ബി പാർട്ട് ഓഫ് us. സോ ദേ വർക്ക് വിത്ത് us.
വി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ദേ വാണ്ട് ടു സ്പ്രെഡ് ഓക്കെ ദിസ് ഈസ് വാട്ട് ജെറി ഫാം ഈസ് ഡൂയിങ് ഇൻ കേരള ഓർ ദിസ് ഈസ് വാട്ട് ആത്മമിത്ര ഈസ് ഡൂയിങ് ഇൻ കേരള. ബട്ട് ദ ഗോ ഇസ് നോട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പതുക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വരുന്നു. ബട്ട് ദെൻ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ കമ്മിങ് ടു us and saying that okay we want to start something like Jerry Farm in different places. So we look for the options, and if the things work out and if they are ready for the kind of or നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ ബേസിക്കലി ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ലൈക്ക് ദാറ്റ്. ഇതൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യമാണ്, ഒരു സോഷ്യൽ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ആൾക്കാരെ യെസ് വി വിൽ സേ ദാറ്റ് ഓക്കെ യു ക്യാൻ ബി പാർട്ട് ഓഫ് ജെറി ഫാം ഓർ യു ക്യാൻ ബി പാർട്ട് ഓഫ് അറ്റൻഡി. ലോട്ട് ഓഫ് വെർട്ടിക്കൽസ് ആർ ദെയർ. അങ്ങനെ വരുന്നവരുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ വി കീപ്പ് ഓൺ സെയിലിംഗ്. സോ ദിസ് ഈസ് വാട്ട് ജെറി ഫാം ഈസ് ഓൾ അബൌട്ട്. This is what Attendee Senior Care Private Limited is all about. These are the verticals what we do. And thank you so much for being a part of this conversation. And I'm really happy that എനിക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ദെൻ വിത്ത് ദ ടീം മെമ്പേഴ്സ് വാട്ട് വി ആർ ഹാവിങ്, ആ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ദ കംപ്ലീറ്റ് ടീം ബിഹൈൻഡ് ജെറി ഫാം ക്ലിനിക്സ് ഓർ സീനിയർ കെയർ Attendee Senior Care Private Limited, we will be moving to forward with the path what we have defined and designed. And anyone want to volunteer with us or want to be a part of our team, please you can come back to us, you can call us. And then definitely we'll be in this particular social sector or a clinical segment where we cater to the requirements what is there in Kerala as of now. And moving forward we will be exploring other places also. But thank you all, thank you for listening to me. Thank you so much.